ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ NTAയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രസ് റിലീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ആൻസർ കീ റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സെക്കൻഡ്ലി നമ്മൾ എത്ര പേരാണ് ഈ ഒരു എക്സാം എഴുതുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് കുറവായിട്ട് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമില്ല, അത് ആദ്യം പറയാം. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ്, കഴിഞ്ഞ 2 വർഷങ്ങളിൽ എത്ര കുട്ടികളാണ് ഈ JEE പേപ്പർ 2 എഴുതിയെന്നതുമായി ബന്ധപ്പെട്ടുള്ളൊരു കണക്ക് NTA റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടിൻ്റെയും അപ്ലിക്കൻസിൻ്റെ കൗണ്ട് കൂടുതലായിട്ടാണ് ജനറലായിട്ട് NTA പറയുന്നത്. ലൈക്ക് ഇപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ കുട്ടികളാണെങ്കിലും BRക്കിൻ്റെ കുട്ടികളാണെങ്കിലും അപ്ലൈ ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് ചാൻസിൽ അപ്ലൈ ചെയ്ത കുട്ടികളുടെ കൗണ്ട് കൂടുതലാണ്. പക്ഷേ പേപ്പർ 2ൻ്റെ കാര്യത്തിൽ 75% സ്റ്റുഡൻസാണ് അപ്ലൈ ചെയ്ത കുട്ടികളിൽ എഴുതിയിട്ടുള്ളതാണ് ഏകദേശം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അത് റാങ്ക് വരുമ്പോൾ നമുക്ക് അത്രയും കുട്ടികളുടെ ഒരു കോമ്പറ്റീഷൻ ഒഴിവാകുന്നേ ഉള്ളൂ. പേഴ്സൻറ്റേജിൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നും തന്നെ വരില്ല. പക്ഷേ കുട്ടികളപ്പോൾ എഴുതിയിട്ടുള്ളൊരു ഭൂരിഭാഗം തന്നെ പ്രിപ്പയർ ചെയ്ത് എഴുതണം നിർബന്ധമില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ചിലപ്പോൾ വിചാരിച്ചൊരു കട്ട് ഓഫ് സ്കോറിലേക്ക് വേണ്ടി വരണമെന്നില്ല. പക്ഷെ വൺസ് ആൻസർ കീ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റഡ് കട്ട് ഓഫിൻ്റെ റീഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു വെർഷൻ ഓഫ് വീഡിയോ ഞാൻ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി BTECിൻ്റെ കേസ് പറയുകയാണെങ്കിൽ BTECിൽ എഴുതിയിട്ട് കുട്ടികളുടെ കൗണ്ട് ഭയങ്കരമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി പറയാനുള്ളത് എഞ്ചിനീയറിങ്ങിനോടും BRക്കിനോടും മുതലായ കോഴ്സുകളോട് കുട്ടികൾക്കുള്ളൊരു ഇൻട്രസ്റ്റ് കൂടി വരികയാണ്. പ്രീവിയസ് ഇയേഴ്സായിട്ട് കമ്പയർ ചെയ്ത് വരുമ്പോൾ അത് ആ ജോലി കിട്ടാനുള്ള സാധ്യത മറ്റ് പല കോഴ്സുകൾ ചെയ്ത് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു പ്രൊഫഷണൽ കോഴ്സായിട്ടുള്ള BRക്കൊക്കെ ചെയ്തതിന് ശേഷം ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് ഹയർ സ്റ്റഡീസ് ചെയ്യാനും അതുപോലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കുമ്പോൾ അതും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് കുട്ടികൾക്കുള്ളൊരു ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് വരുന്നത്. ഇനി നമുക്ക് ആൻസർ കീ റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ആൻസർ കീ എല്ലാ കൊല്ലവും എക്സാം കഴിഞ്ഞ് 2-3 ഡേയ്സിനുള്ളിൽ തന്നെ റിലീസ് ആവാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വരികയാണെങ്കിൽ നമുക്കൊരു വർക്കിംഗ് ഡേയ്സിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ ആയിട്ട് ആൻസർ കീ റിലീസ് ചെയ്യുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. വൺസ് ആൻസർ കീ റിലീസ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റും നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. ആൻസർ കീ റിലീസ് ചെയ്യുന്ന എല്ലാ സമയത്ത് എല്ലാ കുട്ടികളും തന്നെ അവരുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ആൻസർ കീ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്. നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എഴുതിയിട്ടുള്ളത് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ആൻസർ കീയിൽ എന്തെങ്കിലും റോങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചലഞ്ച് ചെയ്യാനുള്ള അവസരവും ആ സമയത്ത് നോർമലി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതൊരു എക്സാം നമ്മൾ എഴുതിയാലും നമ്മുടെ പെർഫോമൻസ് നമ്മൾ വാല്യുവേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അതിന് നെക്സ്റ്റ് ഹയർ എക്സാംസുകൾ വരുമ്പോൾ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് സെൽഫായിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ പഠിച്ചെഴുതുകയാണെങ്കിലും പഠിക്കാതെ എഴുതുകയാണെങ്കിൽ പോലും നമുക്കത് നമ്മൾ എഴുതിയിട്ടുള്ള എക്സാംസിൻ്റെ ആൻസേഴ്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല, ചലഞ്ച് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ നമുക്കിത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും തന്നെ മിസ്സിങ് വരുത്താൻ ശ്രമിക്കുക. അപ്പോൾ വൺസ് ആൻസർ കീ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ആർക്കിടെക്ചർ ആസ്പിറൻസിനെ സംബന്ധിച്ചിട്ട് എല്ലാ അപ്ഡേറ്റ്സുകളും കറക്റ്റായിട്ടും വളരെ ഷോർട്ടായിട്ടും ചെയ്യുന്നൊരു ചാനലാണ് നമ്മുടെ ചാനൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.